വ്ലോഗ് തുടങ്ങിയോ വ്ലോഗ് തുടങ്ങിയോ അങ്ങനെ എടുത്തോ. ഒരു ഇഫ്താർ മീറ്റ് അപാരതയാണ് കേട്ടോ നിങ്ങളെല്ലാവരും നിങ്ങളെ കണ്ണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ഥലം ഏതാണ്, ഫുഡ് എന്താണെന്ന് അറിയാതെയാണ് ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഇഫ്താർ മീറ്റ് വെക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അവിടുന്ന് ഇതേ നേരെ പോയത് ഇന്ത്യൻ മാൾക്കായിരുന്നു. അവിടുന്ന് പിന്നെ കുത്തിയും പറിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് പോയിട്ടോ. ഇവിടെ നിന്നാണ് പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സും ജ്യൂസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമായിരുന്നു. ചിലരെയൊക്കെ കുറേ കാലമായി കണ്ടിട്ട് തന്നെ. നോമ്പ് തുറക്കാൻ സമയമാവുന്നതും ടേബിളിൽ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോഴാണ് അവൻ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടത് കേട്ടോ. അതുകൊണ്ടൊന്ന് ശരിക്കും ഗെറ്റപ്പിലൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവെക്കുന്നതൊക്കെ നോക്കി ഇതേ കൊയക്ക് വന്നിട്ട് ഞാനിവിടെ ഇരിക്കുമായിരുന്നേ. നല്ല മഴയുള്ള ദിവസമാണ് നമ്മളൊരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. കട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്നു എത്രയായിട്ട് എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിയതാണ് ഞാൻ തുറക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നെക്കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അതുവഴി വന്നവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതായിരുന്നു തുറന്ന് കൊടുക്കടാന്ന് പറഞ്ഞപ്പോൾ ദേ അവനും കുറേ കഷ്ടപ്പെട്ടു. അപ്പുറത്തിരുന്നവനും ഇപ്പുറത്തിരുന്നവനൊക്കെ കൂടി അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാത്രത്തിനിട്ട് 4 തട്ടൊക്കെ കൊടുത്തിട്ട് അതങ്ങോട്ട് തുറന്നു രണ്ടാളും കൂടി. അങ്ങനെ വാങ്കൊക്കെ കൊടുത്തിട്ട് നോമ്പൊക്കെ തുറന്നു. അപ്പോഴും മെയിൻ ആയിട്ടുള്ള ഒരാൾ വന്നിട്ടില്ല കേട്ടോ. ഇന്നത്തെ ടോപ്പിക് തന്നെ അവനാണ് കേട്ടോ. ഞാൻ അവനോട് വീഡിയോ എടുക്കുന്നു പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഓനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇന്നത്തെ ഗസ്റ്റ്. വ്ലോഗ് തുടങ്ങിയോ വ്ലോഗ് തുടങ്ങിയോ അങ്ങനെ എടുത്തോ. ഓന് വന്നൊക്കെ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ വരാത്ത കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, അവർക്കൊക്കെ ഫോൺ വിളിച്ചു. അതിൻ്റെ ഇടയിൽ ഇവൻ എൻ്റെ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ഞങ്ങൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു.